രംഗത്തെ പുത്തൻ കാൽവെപ്പുമായി ക്രീക്ക് വില്ലേജ്. നമ്മുടെ കൊച്ചി ക്രൂസ് സിറ്റിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് തന്നെ നമുക്ക് കൊച്ചിയെ പറയാം. ആ നിലയിൽ ക്രൂസ് ടൂറിസത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ക്രീക്ക് വില്ലേജ് എന്ന ടൂറിസം പ്രൊമോഷൻ സെന്റർ എന്ന പുത്തൻ ആശയത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. ഈ പ്രൊജക്ടിനെ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമാക്കി ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രൂസ് ടൂറിസം പ്രൊമോഷനാണ് ഇതിലൂടെ കമ്പനി സാധ്യമാക്കുന്നത്. വില്ലിംഗ്ടൺ ഐലൻഡ്, ഫോർട്ട് കൊച്ചി, ചെറായി, മുസിരീസ് തുടങ്ങി കൊച്ചിയുടെ 30 കിലോമീറ്റർ ചുറ്റളവിലാണ് ആദ്യഘട്ടത്തിൽ ടൂറിസത്തിന്റെ പ്രൊമോഷൻ സെന്ററായി വരുന്നത്. കൊച്ചിൻ ക്രൂസ് സിറ്റിയുടെ ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ ക്രീക്ക് വില്ലേജ് എന്നുള്ളൊരു സ്ഥാപനം ഞങ്ങളിവിടെ ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി ഒരു ക്രൂസ് സിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ നിന്ന് നമ്മളുടെ കൊച്ചിയുടെ ക്രൂസ് ടൂറിസത്തിൻ്റെ ഒരു തുടക്കം, അതിൻ്റെ ബാക്ക് വാട്ടേഴ്സും സീയും വാട്ടർ സ്പോർട്സും ഐലൻഡും ഇത്രയും റിവർ സൈഡ് പ്രോപ്പർട്ടീസ് ഇത്രയും കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ് ഈ പ്രൊജക്റ്റിലേക്ക് വന്നിരിക്കുന്ന വാട്ടർ മെട്രോ ഉൾപ്പെടെ വാട്ടർ ട്രാൻസ്പോർട്ട്, KSRTC, ഇങ്ങനെ പല ഗവൺമെൻറ് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഇൻവെസ്റ്റേഴ്സിനെല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചെറിയൊരു തുടക്കം. ഇന്റർനാഷണൽ ക്രൂസിന്റെ സാധ്യതയിൽ ബാക്ക് വാട്ടർ ടൂറിസം, ഐലൻഡ് ടൂറിസം എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. ക്രൂസ് ടൂറിസത്തിന്റെ നിരവധി സാധ്യതകൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനായാണ് ക്രീക്ക് വില്ലേജ് എന്ന പ്രൊജക്ട് തുടക്കം കുറിച്ചിരിക്കുന്നത്. ക്രീക്ക് വില്ലേജിൽ എത്തിയാൽ വളരെ കുറഞ്ഞ നിരക്കിൽ, അതായത് B2B റേറ്റിൽ തന്നെ ക്രൂസ് ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള ചെറുതും വലുതുമായ പല പാക്കേജുകളും തിരഞ്ഞെടുക്കാൻ പൊതുജനങ്ങൾക്ക് അവസരം ലഭിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഈ ടൂറിസം എന്ന് പറയുമ്പോൾ നമ്മളെ പേര് കേൾക്കുമ്പോൾ എല്ലാവരും പേടിച്ചു, ഇതെന്ത് വലിയ സംഭവമാണെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മളിപ്പോൾ KSRTC ആയിട്ട് അറേഞ്ച് ചെയ്ത് നമ്മളവർ അസോസിയേറ്റ് ചെയ്തിട്ട് KSRTC ബസ്സിൽ വരുന്ന കോഴിക്കോട് നിന്ന് ആൾക്കാർ വരുന്നു, ഒരു പാക്കേജായിട്ട് വരുന്നു, അവരെ കൊച്ചി കാണിക്കുന്നു, നമ്മൾ തിരിച്ചു വിടുന്നു. ഇങ്ങനെയൊക്കെയുള്ള പാക്കേജുകൾ നമ്മൾ പാക്കേജുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ ബഡ്ജറ്റ് ടൂറിസത്തിന് ബാക്ക് വാട്ടേഴ്സ്, ഇപ്പോൾ ഹൗസ് ബോട്ടിലൊക്കെ താമസിക്കുന്ന പോലെ ഒരു 24 hours സ്റ്റേ ഉള്ള പാക്കേജുകൾ, 2 day 1 night അങ്ങനെയുള്ള പാക്കേജുകളുണ്ട്, ഷോർട്ട് ടൈം പാക്കേജുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ഏറ്റവും സാധാരണക്കാർക്ക് വരാവുന്ന രീതിയിലുള്ള ബഡ്ജറ്റുണ്ട്. പിന്നെ കുറച്ചും കൂടി ഹൈ ബഡ്ജറ്റായിട്ട് 5 star ലെവലിൽ വരെയുള്ള അക്കോമഡേഷനും അതിന് വ്യത്യസ്തമായ ക്രൂസുകളും നമുക്കിപ്പോൾ അവൈലബിലിറ്റി ഉണ്ട്. നമ്മളതൊക്കെ ഇപ്പോൾ പല രീതിയിലും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു ശ്രമവും കൂടിയാണ്. ക്രമേണ പല മേഖലകളിലേക്കും കൊച്ചിൻ ക്രൂസ് സിറ്റിയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതായിരിക്കും. വലിയൊരു വെള്ളത്തിൻ്റെ കായൽ അല്ലെങ്കിൽ കടലും കായലും ചേർന്നിട്ടുള്ളൊരു സമുച്ചയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും മനോജ് തന്നെയാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ. ഈ ക്രൂസ് ലൈഫ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 60ക്ക് മേളിലുള്ള ആൾക്കാരെ കൂടുതൽ ഇൻ്റർനാഷണൽ ക്രൂസുകളിൽ യാത്ര ചെയ്യുന്നതും അതിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് അവർക്കാണ് കിട്ടുന്നത്. അവർക്കതിന് അവരുടെ വർക്കിംഗ് ടൈമിൽ തന്നെ അതിന് വേണ്ടിയുള്ള ഒരു പാക്കേജ് തന്നെ ഉണ്ട് യൂറോപ്പിലൊക്കെ. അപ്പോൾ അതുപോലെ നോക്കുമ്പോൾ ഇന്ത്യയിലും തീർച്ചയായിട്ടും പ്രായമുള്ള ആൾക്കാർക്കും യൂത്തിനും ഒരേപോലെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു മേഖലയാണ്. അൺലിമിറ്റഡ് ആണ്. ഇത് നമുക്കൊരു മറ്റു അതിന് പകരം വെക്കാനായിട്ട് വേറെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇല്ലെന്നാണ് പറയുന്നത് ലോകത്ത്. എന്ന് മാത്രമല്ല, ധാരാളം പേർക്ക് തൊഴിലവസരം ഇതുവഴി പല പല ഇൻഡസ്ട്രീസിനൊപ്പം ഡെവലപ്പ് ചെയ്യും. ടൂറിസം നമ്മുടെ റിസോർട്ടുകൾ ഡെവലപ്പ് ചെയ്യും, ടൂറിസ്റ്റ് ഹബ്ബുകൾ ഉണ്ടാവും, ബോട്ട് സർവീസുകൾ ഉണ്ടാവും, ട്രാൻസ്പോർട്ട് സർവീസുകൾ ഉണ്ടാവും, ഷോപ്പിംഗ് ഉണ്ടാവും. ഇങ്ങനെ ഇതുകൊണ്ട് ബന്ധപ്പെട്ടിട്ട് ധാരാളം പേർക്ക് തൊഴിലവസരം കിട്ടാനുള്ളൊരു സാധ്യത കൂടി ഞങ്ങൾ കാണുന്നു. എന്റർടൈൻമെന്റ് മേഖലയൊക്കെ അതെ, എല്ലാവരും അതിനകത്ത് സാധ്യത.